ഒരാളെ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അയാളുടെ ഫിസിക്കലൊന്നും നല്ലതല്ലെങ്കിലും ആ ഒരു ടച്ച് കൊണ്ട് നമുക്കൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവും. ഓഹ്, ഹീസ് പാറ്റിങ് മീ. ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കൊരു സഹായത്തിന് വരുന്ന ഒരാളെ ഭംഗി നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ അയാളുടെ സഹായം സ്വീകരിക്കുക. ആ കരിഷ്മ കോഷ്യൻ്റാണ് അവരെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഡോക്ടർ TPS, നമ്മളൊരാളെ കാണുമ്പോഴോ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുമ്പോഴോ നമ്മുടെ ഉള്ളിൽ നല്ല ഐശ്വര്യമുള്ള മുഖം, നമുക്ക് അവരോട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ തോന്നും. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? ഈ ഓറ എന്ന് പറയുന്നതൊക്കെ എന്താണ്? പെൺകുട്ടിയും ആൺകുട്ടിയും അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, കുട്ടിയല്ലാത്തവരും ഉണ്ട്, മൂത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ജെൻഡർ അല്ല. നല്ലൊരു പൂ കാണുമ്പോൾ മണത്തില്ലെങ്കിലും കളർ കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. ഏതെങ്കിലും പൂവിനോട് ദേഷ്യം തോന്നാറുണ്ടോ? ഇല്ല. ചില പൂക്കളുണ്ടോ കൊള്ളില്ല എന്നൊക്കെ തോന്നുന്നു. ഒന്ന് നിറം, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. നിറം എന്ന് പറഞ്ഞാൽ എന്താണ്? 0.4 to 0.7 ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ്. വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ 0.4 to 0.7 എല്ലാ കളറുകളും അടങ്ങുന്നതാണ് വിബ്ജിയോർ. കൂടിച്ചേരുമ്പോഴാണ് വൈറ്റ് ലൈറ്റ്. കളറില്ലാത്തതാണ് ബ്ലാക്ക്, റിഫ്ലക്ഷൻ ഇല്ലാത്തത്, കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, റെഡ് വരെയുള്ള കളറുകളുണ്ട്. അതൊക്കെ ഫ്രീക്വൻസിയാണ്. നമ്മൾ കാണുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഒരു കളർ നമുക്ക് ഇഷ്ടപ്പെടുന്നതും കളർ ഇഷ്ടപ്പെടാത്തതും. ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളറാണ് ഇഷ്ടം, വേറെ കളറാവും. ആ മൂഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കളറിൻ്റെ ഇഷ്ടം പോലും മാറുന്നത്. ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈറ്റ് കളർ കണ്ടിട്ടാണോ സ്കിൻ കളർ കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മളിപ്പോൾ ഒരു ബസ് കയറി എന്ന് വിചാരിക്കാം, എല്ലാ സീറ്റും വേക്കൻ്റാണ്, കൺഫ്യൂഷൻ ഉണ്ടാവും എവിടെ ഇരിക്കണം അല്ലേ? ഡ്രൈവർ ഇരിക്കുന്ന വലത്ത് വശത്തിരിക്കണോ ഇടത്ത് ഭാഗത്തിരിക്കണോ? കംപ്ലീറ്റ് സീറ്റ് വേക്കൻ്റാണ്, എല്ലാ സീറ്റും ഇയാളുടെ കയ്യിലാണ്. നമ്മളൊരു സീറ്റ് സെലക്ട് ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. ഇരുന്നു, അടുത്ത ആൾ കയറി വന്നു, എല്ലാ സീറ്റും വേക്കൻ്റാണ്, നമ്മളിരുന്ന് ഒഴികെ. അയാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ആണോ പെണ്ണോ എന്നുള്ളതൊന്നും വേണ്ട, ആരോ ആയിക്കോട്ടെ, ഒരാൾ വന്നിരിക്കുന്നു. ശേ, ഇവിടെ ഇരിക്കണ്ടായിരുന്നു, ഇയാൾ എൻ്റെ അടുത്ത് ഇരിക്കേണ്ടായിരുന്നു എന്നൊരു തോന്നണം. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നിരിക്കും. പക്ഷെ എന്നാലും ആ കുറച്ച് സമയമെങ്കിലും എനിക്കൊരാളുടെ അടുത്തിരിക്കേണ്ടെന്നൊരു തോന്നും. എന്താണ് ഇത് തോന്നാൻ കാരണം എന്ന് വിചാരിച്ചാൽ ഫിസിക്കലല്ല. ഇപ്പോൾ ശങ്കരാചാര്യരെ ഒരാൾക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കവിയെ ഇഷ്ടമാണ്, യേശുദാസിനെ ഇഷ്ടമാണ്. യേശുദാസിൻ്റെ മുഖത്തിൻ്റെ ഭംഗി നോക്കിയിട്ടാണോ ഇഷ്ടപ്പെടുന്നത്? അല്ല, കേൾക്കുന്നതുകൊണ്ടാണ്. അതേ സമയത്ത് നല്ല പാട്ടുകാരനാണ്, അയാളെ ഫിസിക്കലി ഒന്നും കാണാൻ കൊള്ളില്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ അയാൾക്ക് ഒന്നും എവിടെ എത്താൻ പറ്റാണ്ടുമായിട്ടുണ്ട്. അവരുടെ ഭംഗി വേണം എന്ന് വെച്ചാൽ ഫിസിക്കലി നന്നാവണം, അവരുടെ ഇമോഷണലി നന്നാവണം. ഒരാളെ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അയാളുടെ ഫിസിക്കലൊന്നും നല്ലതല്ലെങ്കിലും ആ ഒരു ടച്ച് കൊണ്ട് നമുക്കൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവും. ഓഹ്, ഹീസ് പാറ്റിങ് മീ. ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കൊരു സഹായത്തിന് വരുന്ന ഒരാളെ ഭംഗി നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ അയാളുടെ സഹായം സ്വീകരിക്കുക. ആ സമയത്ത് നമുക്ക് തരുന്ന ഒരു ഇമോഷണൽ ബോണ്ടേജ് ഉണ്ടല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അയാളുടെ ഫിസിക്കൽ കാണുന്നതോ അയാളെ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നതോ ഭംഗിയില്ല എന്ന് പറയുന്നതോ അയാളോട് മുടിയുടെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറയും ഒക്കെ പറയും നമ്മൾ. അപ്പോൾ അത് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല നമുക്ക്. പക്ഷെ എന്നാലും ആ ഒരു ടച്ചിൽ നമ്മൾ അറിയാതെ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ലെക്ചർ നല്ലതായിരുന്നു കേട്ടോ, നല്ല വിവരമുള്ള ഒരാളാണ്. അത് കേൾക്കുമ്പോഴുണ്ടല്ലോ അറിയാണ്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അയാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല, ഒരു മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യനായിരിക്കും. പക്ഷേ അയാളുടെ മാത്തമാറ്റിക്സ് ഫെൻറ്റാസ്റ്റിക്കാണ് എന്ന് പറയുമ്പോൾ ആ മാത്തമാറ്റിക്സ് മാഷ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും. കാണാൻ ഭംഗി ഉണ്ടാവണമെന്നില്ല, പെരുമാറാൻ അറിയാത്ത ഒരാളാണ്, പക്ഷേ മാത്തമാറ്റിക്സ് മാഷ് എന്നുള്ളതിൽ പ്രഗത്ഭനാണെങ്കിൽ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെടും. ഷാരൂഖ് ഖാനെയും അമിതാഭ് ബച്ചനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കേരളത്തിലെ സിനിമാ നടന്മാരെ കുറിച്ച് പറയുന്നില്ല, കാരണം അത് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഭംഗി കണ്ടിട്ടൊന്നുമല്ല, അവർക്കൊരു ഓറയുണ്ട്. ആ ഓറ എന്ന് പറയുന്നത് എന്താണ്? ഫെയിമാണ്. അപ്പോൾ ഫെയിം എന്ന് പറയുന്നത് സോഷ്യലി ആക്സെപ്റ്റഡ് ആണ്. നമ്മളൊരു ടി വിയിൽ ഒരാളെ ആങ്കറിങ്ങിന് വെക്കുമ്പോഴോ അയാളെ വെക്കുന്ന സമയത്ത് അയാൾക്കൊരു കരിഷ്മ കോഷ്യൻ്റ് ഉണ്ടാവും. ആ കരിഷ്മ കോഷ്യൻ്റാണ് അവരെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന ഒരാളെയൊന്നും അല്ല നോക്കുക, ഓപ്പോസിറ്റ് ഇരുന്ന് ചോദിക്കുന്ന ആളുടെ മുഖഭാവമാണ് നോക്കുക. പലരും കേൾക്കുന്നത് തന്നെയായിരിക്കും, പക്ഷെ നോക്കുന്നത് തന്നെ ആവണമെന്നില്ല. ആരാണോ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അവരെയാണ് നോക്കുക. അപ്പോൾ ഇത് ഒരു സോഷ്യലി ആക്സെപ്റ്റൻസ് ആണ്. ദർ ഈസ് എ ഗ്ലെയർ ഇൻ. പിന്നെയുള്ളത് സ്പിരിച്വാലിറ്റി. ഇപ്പം നമ്മൾ ചിദാനന്ദപുരി സ്വാമി ആയാലും കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാമി, പിന്നെ നിത്യചൈതന്യയതി എന്ന് പറയുന്ന ഒരാളായാലും, അല്ലെങ്കിൽ നാരായണ തപോവന സ്വാമികൾ, ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കരുതുന്നവർ.
എൻ്റെ ഗുരു ബ്രഹ്മശ്രീ KP സി അദ്ദേഹത്തിൻ്റെ ഈ കാണുന്ന സ്വഭാവമൊന്നുമല്ല, ഇൻ്റലക്ച്വലൊന്നുമല്ല, സ്പിരിച്വാലിറ്റി ഉണ്ട് അയാളിൽ. ഈ 5 ലെവലുകൾ കൂടുമ്പോഴാണ് നമ്മുടെ ഓറ എന്ന് പറയുന്നത്. ഫിസിക്കൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ. അതുതന്നെയാണ് അന്നമയ കോശം, പ്രാണമയ കോശം, മനോന്മയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ആ കോശത്തിൽ ഞാൻ ഒരു ഫിസിക്ക് എന്ന് പറയുന്ന എന്നെ അതേപോലെ ഫെവിക്കോളിലിട്ടാൽ എൻ്റെ ചുറ്റും ഒരു ലെയർ ഉണ്ടാവുമല്ലോ, ഒട്ടി നിൽക്കുന്നൊരു ലെയർ. ആ ലെയറാണ് പ്രാണൻ. ആ ലെയറാണ് നമ്മുടെ ശരീരത്തെ ഡീജനറേറ്റ് ചെയ്യാതെ, പുറത്തേക്ക് വിഘടിച്ചു പോവാതെ പിടിച്ചു നിർത്താനുള്ള എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ ഈ കൈ എന്ന് പറയുന്ന ഒരു സോളിഡ് ആണെന്ന് തോന്നില്ലേ, പക്ഷെ അതിനെ സൂം ചെയ്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണ്? സെല്ലുകളാണ് ബയോളജിയിൽ. ആ സെല്ലിൻ്റെ ഉള്ളിൽ പോയാൽ എന്താ കാണുക? ആറ്റംസാണ്. ആ ആറ്റംസിൻ്റെ ഇടയിൽ എന്താണ് കാണുക? സ്പേസും സെൻട്രൽ ന്യൂട്രോണും ബാക്കി ഇലക്ട്രോൺസും. ഈ ഇലക്ട്രോൺസും ന്യൂട്രോൺസും തമ്മിൽ വല്ല കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടോ? അതിനിടയിൽ എന്താ ഏറ്റവും കൂടുതലുള്ളത്? സ്പേസാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത്? അല്ലേ? കാവ്യയുടെ ഉള്ളിൽ ഫുൾ സ്പേസാണ്, ഓരോ സെല്ലിൻ്റെ ഇടയിലും സ്പേസാണ്. പക്ഷെ നമ്മൾ സോളിഡായിട്ടാണ് കാണുന്നത്. എന്താ കാരണം? ആ സ്പേസ് കാണാനുള്ള കാഴ്ച എനിക്കില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആ സ്പേസ് എപ്പോഴാണ് സ്പേസായിട്ട് മാറാമെന്നറിയോ? എൻ്റെ ജീവൻ പോയാൽ ഉടനെ എൻ്റെ സെല്ലുകളൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. അല്ലേ? ഈ കാണുന്ന ശരീരമായി നിർത്തുന്നത് പ്രാണൻ എന്ന് പറയുന്ന ഒരു ഫെവിക്കോളാണെന്ന് വിചാരിക്കാം. അല്ലേ? ആ ജീവൻ എന്ന് പറയുന്ന, പ്രാണൻ എന്ന് പറയുന്ന ഒരു ശക്തി വിട്ടു പോകുമ്പോൾ സെല്ലുകളൊക്കെ വിഘടിച്ചു പോകും. അപ്പോൾ എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? ഇതിനെ പിടിച്ചു നിർത്തുന്ന പ്രാണനാണ്, കോൺഷ്യസ്നെസ്സാണ്. എൻ്റെ ശരീരം ഇതാണെന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിനും അറിയുമ്പോൾ അത് ഇങ്ങനെ കൂട്ടായി നിൽക്കുകയാണ്. ഇതൊന്നും കണക്റ്റഡോ കൂട്ടിക്കെട്ടിയിട്ടുള്ളതോ അല്ല, അറിയാതെ എങ്ങനെയോ കേട്ടി നിൽക്കുന്നതാണ്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.